ശോചനീയാവസ്ഥയിലായ വീട്ടിൽ മഴവെള്ളത്തിൽ ചവിട്ടി തെന്നി വീണ് നാട്ടിക MLA CC മുകുന്ദന്റെ വലത് കാലിന് ഗുരുതര പരിക്ക്. 15 ദിവസത്തെ വിശ്രമമാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ ജപ്തി ഭീഷണിയിലാണ് MLAയും കുടുംബവും താമസിക്കുന്നത്. ചോർന്നൊലിക്കുന്ന വീട്. മഴ പെയ്താൽ തട്ടിടാത്ത വീടിന്റെ ഓടുകൾക്കിടയിലൂടെ വെള്ളം കിടപ്പുമുറിയിലെത്തും. മഴ കനത്താൽ പേടിച്ച് കഴിയണം. ഇതാണ് നാട്ടിക MLA CC മുകുന്ദന്റെ വീട്. നാട്ടിലെ ജനങ്ങൾക്കാണ് ഈ അവസ്ഥയെങ്കിൽ ഇടപെടാൻ MLA തയ്യാറാണ്. സ്വന്തം കാര്യത്തിൽ എല്ലാം ഉള്ളിലൊതുക്കി ആരോടും പരിഭവമില്ലാതെ ആരുടെയും സഹായം തേടാതെ പ്രതിസന്ധികളെ നേരിടാനാണ് CC മുകുന്ദൻ ഇഷ്ടം. വായ്പാ കുടിശ്ശിക മൂലം ജപ്തിയുടെ വക്കിലാണ് ഇവരുടെ കുടുംബം. 5 സെന്റ് സ്ഥലത്താണ് MLAയുടെ വീട്. മകളുടെ വിവാഹത്തിനായി കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്നും 10 വർഷം മുൻപ് 6 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഒരു തവണ വായ്പ പുതുക്കി. ഇപ്പോഴത്തെ കുടിശ്ശിക 18 ലക്ഷമാണ്. ജപ്തിക്കായി ബാങ്ക് നോട്ടീസ് അയച്ചു. MLA ആയതിനാൽ ഇറക്കിവിട്ട് അപമാനിച്ചില്ല. വലിയ പ്രതീക്ഷ ഒന്നും എനിക്കില്ല. എല്ലാവരും സഹായിക്കുന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല. എൻ്റെ ഈ 5.5 സെന്റ് ഭൂമി വിൽക്കും. വീട്ടിൽ ചെറിയൊരു 2 സെന്റ് ഭൂമി മേടിച്ച് അവിടെ മാടം വെച്ച് സുന്ദരമായിട്ട് ജീവിക്കും. അങ്ങനെ വലിയ പ്രതീക്ഷകളുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ ജീവിതം എന്തായാലും മരിക്കോളം ജീവിക്കണ്ടേ? അതൊരു സാഹചര്യത്തിലാണ് ഇപ്പം എൻ്റെ മനസ്സ് തുറന്ന് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് മുകുന്ദൻ വീട്ടിനുള്ളിൽ കെട്ടിക്കിടന്ന മഴവെള്ളത്തിൽ ചവിട്ടി തെന്നി വീണ് വലതുകാലിന് ഗുരുതര പരിക്കേറ്റത്. 15 ദിവസത്തെ പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മുകുന്ദന്റെ ആരോഗ്യവിവരം തിരക്കാൻ ആളുകൾ എത്തുന്നുണ്ട്. MLA എന്നേക്കാൾ ഉപരി നമ്മുടെ ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കാണാൻ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശോചനീയമായ വീടിൻ്റെ അവസ്ഥയൊക്കെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതേസമയം ആരും തന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും തന്റെ 5.5 സെന്റ് സ്ഥലം വിറ്റ ശേഷം 2 സെന്റ് സ്ഥലം മറ്റെവിടെയെങ്കിലും വാങ്ങി അവിടെ ഒരു മാടം വെച്ച് കെട്ടി താമസിക്കണം എന്നുമാണ് CC മുകുന്ദൻ MLAയുടെ പ്രതികരണം. 24 തൃശൂർ.